ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 9 ആണ് നോക്കുന്നത്. ആയത്ത് 58 തുടങ്ങി 61 വരെയാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹമാണ് അല്ലെ. അവര് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടലൊക്കെ പിളർന്ന് മൂസാ നബിയുടെ കൂടെ അവര് ഫലസ്തീനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫലസ്തീനിൽ പോയി അവിടെ ഫലസ്തീനിൽ അപ്പം ഉണ്ടായിരുന്നത് അമാലിഖ എന്ന് പറയുന്ന ഒരു പോക്കിരി വർഗ്ഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുമായി യുദ്ധം ചെയ്ത് നിങ്ങൾ അവിടെ താമസിച്ചോളാനാണ് പറഞ്ഞത്. അവരെ തോൽപ്പിച്ച് നിങ്ങൾ അവിടെ താമസിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരെന്താ പറഞ്ഞത്? ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധത്തിനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് പേടിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കുക, അവിടെയൊക്കെ ക്ലീൻ ആക്കിയാ ഞങ്ങൾ വരാം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അങ്ങനെ അപ്പോൾ അള്ളാഹു അവരെ 40 വർഷം ഫലസ്തീനിലോട്ട് അള്ളാഹു അവരുടെ പ്രവേശിപ്പിച്ചില്ല. അവർ അങ്ങനെ മരുഭൂമിയിൽ, സീനാ മരുഭൂമിയിൽ അലഞ്ഞു നടക്കാണ്. ആ ഒരു സമയത്ത് അള്ളാഹു അവർക്ക് മേഘത്തിനെ തണലാക്കി കൊടുത്തു എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. മേഘത്തണൽ കൊടുത്തു. ഒമാം എന്നാണ് പറഞ്ഞത്. ഒമാം എന്ന് വെച്ചാലും സഹാബ് എന്ന് വെച്ചാലും മേഘം തന്നെയാണ്. അപ്പൊ ഒമാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത കട്ടിയുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് നൽകണ മേഘം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവര് അള്ളാഹു പറഞ്ഞു, അടുത്ത ആയത്തിൽ പറയാണ്, ഒരു രാജ്യത്തോട്ട് പ്രവേശിച്ചോളാനാണ് അടുത്ത ആയത്തിൽ പറയണത്. നമുക്ക് നോക്കാട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. ഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം, ഉദ്ഖുലു എന്ന് വെച്ചാൽ നിങ്ങൾ പ്രവേശിക്കുവിൻ, ഹാദിഹിൽ ഖറിയത്ത, ഈ രാജ്യത്തിൽ. ഒരു രാജ്യത്തിനെ കാണിച്ചിട്ട് അള്ളാഹു പറയാണ്, ഈ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചു. ഫക്കുലു മിൻഹ, അവിടുന്ന് നിങ്ങൾ ഭക്ഷിച്ചു. ഹൈസു ഷിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന്. റഗദൻ, സുഭിക്ഷമായി. ഈ വാക്കൊക്കെ നമ്മൾ സ്വർഗത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ വാക്കാണ് അല്ലേ. എവിടെ നിന്ന് വേണമെങ്കിലും കഴിച്ചു. റഗദൻ എന്ന് വെച്ചാൽ സുഭിക്ഷമായി എന്നാണ് റഗദൻ എന്ന് വെച്ചാൽ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ സുഭിക്ഷമായിട്ട്. വദ്ഖുലുൽ ബാബ, നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ വാതിൽ പ്രവേശിക്കേണ്ടത്, അതായത് ഈ പട്ടണത്തിന്റെ വാതിൽ പ്രവേശിക്കേണ്ടത് സുജ്ജദൻ, സുജൂദ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രവേശിക്കേണ്ടത്. വഖൂലു, എന്നിട്ട് പറയുകയും ചെയ്യണം, ഹിത്വത്തുൻ, പാപമോചനം എന്ന് പറയുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് വേണം ആ രാജ്യത്ത് കടക്കാൻ എന്നാണ് അള്ളാഹു പറയണത്. നഗഫിർ ലക്കും, അപ്പൊ എന്താണ് അള്ളാഹു നൽകണത്? അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. ഖതായാക്കും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പൊ ഇത് ഏത് രാജ്യമാണ് എന്നുള്ളതിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്തായാലും ഫലസ്തീൻ അല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഫലസ്തീനിലോട്ട് അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം 40 കൊല്ലം അള്ളാഹു അവരെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല, ഇവരുടെ അനുസരണക്കേട് കാരണം. അപ്പോൾ പിന്നെ അതിന് ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന യൂഷ അലൈഹി ഇസ്ലാം നബിയുടെ കാലത്താണ് ഇവിടെ ഫലസ്തീനിലോട്ട് ഇവർ കയറണമെന്നാണ് അറിയണത്. അപ്പോൾ ഇത് ഏത് രാജ്യമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തേക്ക് അള്ളാഹു അവരോട് കയറിക്കോളാൻ പറഞ്ഞു. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം. നിങ്ങൾ കയറുമ്പോൾ എങ്ങനെയായിരിക്കണം? സുജൂദ് ചെയ്തുകൊണ്ടും ഹിത്വത്തുൻ എന്ന് വെച്ചാൽ പാപമോചനം, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് വേണം കയറാന്ന്. ഹിത്വത്തിന്റെ അർത്ഥം താഴ്ത്തുക അല്ലെങ്കിൽ ഇറക്കി വെക്കുക എന്നൊക്കെയാണ്. അതായത് പാപങ്ങൾ ഇറക്കി വെച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് കയറാൻ. അങ്ങനെയാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. പക്ഷെ അവര് തിരിച്ച് ചെയ്തത് എന്താന്ന് വെച്ചാല് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഫബദ്ദല, ബദ്ദല എന്ന് വെച്ചാൽ അവർ പകരമാക്കി. ഈ വാക്കിന് പകരം വേറൊരു വാക്കാണ് അവർ പറഞ്ഞത്, അല്ലദീന ളലമു, അങ്ങനെ അവര് അക്രമം ചെയ്തു. ഖൗലൻ, ഒരു വാക്കുകൊണ്ട്, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെടാത്ത ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവര് അക്രമം ചെയ്തു.
ഫഅൻസൽന അപ്പോൾ നാം ഇറക്കി അലല്ലദീന ളലമു അക്രമം ചെയ്തവരുടെ മേൽ അല്ലാഹു ഇറക്കി റിജ്സൻ കഠിനമായ ശിക്ഷ മിനസ്സമാ ആകാശത്ത് നിന്ന് ബിമാ കാനു യഫ്സുഖൂൻ അവർ തോന്നിയ വാസം പ്രവർത്തിച്ചതുകൊണ്ട്. അപ്പൊ അതിൽ എന്ത് ശിക്ഷയാണ് ഇറക്കിയെന്ന് അള്ളാഹു പറഞ്ഞില്ല. കഠിനമായ ഒരു ശിക്ഷയാണ് ഇറക്കിയെന്ന് പറഞ്ഞു. അതിന്റെ കാരണം അള്ളാഹു പറഞ്ഞ വാക്കിനെ അവര് മാറ്റി. ഹിത്വത്തു എന്ന് വെച്ചാൽ പാപമോചനം എന്നാണ് അർത്ഥം. അപ്പൊ അവര് പറഞ്ഞത് ഹിൻത്വത്തു എന്ന് പറഞ്ഞു. ഹിൻത്വത്തു എന്ന് വെച്ചാൽ ഗോതമ്പ് മണി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പാപമോചനം പറഞ്ഞ് കടക്കേണ്ട സ്ഥലത്ത് അവര് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കടന്നതെന്ന്. പിന്നെ സുജൂത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പക്ഷെ ഇരുന്ന് നിരങ്ങിക്കൊണ്ടാണ് അങ്ങോട്ട് കടന്നത് എന്നാണ് പറയണേ. അപ്പൊ ഇവര് ഈ വാക്കുകളെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളെ വരുത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വാക്കുകളെ മാറ്റിമറിക്കണ ആൾക്കാരാണ് ഇവരെന്നാണ് പറയണേ. അപ്പോൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇവർ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയും. അസ്സാമു അലൈക്കുമിന്റെ അർത്ഥം നീ നശിക്കട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് വെച്ചാൽ നിനക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണതിന് പകരം ഇവർ വന്നിട്ട് സ്പീഡിൽ അങ്ങോട്ട് പറയും അസ്സാമു അലൈക്കും എന്ന് പറയും നബീനെ കാണുമ്പോൾ. അപ്പം നബി തിരിച്ചെന്താ പറയുക വഅലൈക്കും എന്ന് പറഞ്ഞ് നിർത്തും. അത് നിങ്ങൾക്കും അത് തന്നെ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കാണാം, ഈ ബക്കറയിൽ തന്നെ കാണാം റായിന എന്ന് പറയേണ്ട സ്ഥലത്ത് ഞങ്ങളെ ഒന്ന് ഗൗനിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവർ അതിനെ നീട്ടിയിട്ട് റായിന എന്ന് പറയും. അപ്പോൾ ഒക്കെ അർത്ഥവ്യത്യാസം വരുത്താനായിട്ട് ഇവർ അങ്ങനെ ചെയ്യണ ആൾക്കാരാണ്. അപ്പം ഇവിടെയും അത് തന്നെയാണ്. അവർക്ക് പറഞ്ഞു കൊടുത്ത വാക്ക് അവർ മാറ്റി. ഹിത്വത്തുന്ന് പകരം ഹിന്ത്വത്തുന്ന് പറഞ്ഞിട്ടാണ് അവർ കടന്നത്. അപ്പോൾ അള്ളാഹു അവർക്ക് വലിയൊരു ശിക്ഷ, കഠിനമായ ശിക്ഷ ആകാശത്തു നിന്ന് ഇറക്കി. അങ്ങനെ എന്തുകൊണ്ടാണ് അവർ തോന്നിവാസം ചെയ്തത് കൊണ്ടാണ്. അപ്പം അത് കഴിഞ്ഞു. ഇപ്പം അവർ മരുഭൂമിയിലാണുള്ളത് അല്ലേ. അപ്പം അവർക്ക് മരുഭൂമിയിൽ അള്ളാഹു മേഘത്തെ തണലാക്കി കൊടുത്തു. പിന്നെ ഭക്ഷണമായിട്ട് മന്നയും സൽവയും ഇറക്കി കൊടുത്തു. മന്നയും സൽവയും അവർക്ക് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്താന്ന് പറഞ്ഞു അല്ലേ. മന്ന എന്ന് പറയുന്നത് കാലത്തെ സമയത്ത് ഈ മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ പുല്ലിൻ്റെ മുകളിൽ ഉണ്ടാകും. അതൊരു കൊത്തമ്പാലരി പോലെയുള്ള ഒരു സാധനം എന്നാണ് പറയണത്. അപ്പോൾ വെളുത്ത മഞ്ഞിരിക്കണ പോലെ ഇങ്ങനെ പുല്ലുമ്മ വന്നിരിക്കും. അപ്പോൾ അവർക്ക് അത് പറക്കിയെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. പിന്നെ കാടപ്പക്ഷിയാണ് സൽവ എന്ന് പറയുന്നത്. കാടപ്പക്ഷി, നല്ല ഇറച്ചിയുള്ള ഒരു പക്ഷി, ചെറിയൊരു പക്ഷിയാണത്. അപ്പം അതും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഇത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് കേട്ടോ. അപ്പം ഭക്ഷണവുമായി തണലുമായി. അപ്പം ഇനി അടുത്തത് വേണ്ടത് വെള്ളമാണ്. അപ്പം ഇവർ വെള്ളത്തിന് വേണ്ടി മൂസ അലൈഹിസ്സലാം ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പം ഇതിൽ ഖുർആനിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയണില്ല. വെള്ളത്തിന് മൂസാ നബി അപേക്ഷിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. അതേസമയം ബൈബിളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവർ മൂസാ നബീനെ ചീത്ത പറഞ്ഞു, ഞങ്ങൾ മര്യാദക്ക് ഈജിപ്തിലായിരുന്നപ്പോൾ നല്ല ഇറച്ചിയും ഇതൊക്കെ കഴിച്ച് ജീവിച്ചിരുന്നതാണ്, ഭക്ഷണത്തിനൊന്നും മുട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല, ഞങ്ങളെ കഷ്ടപ്പെടുത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂസാ നബി പ്രാർത്ഥിച്ചതെന്നാണ് ബൈബിളിൽ പറയണേ. നമ്മൾ ഖുർആനിൽ ഇത്രേ പറയണുള്ളൂ. സന്ദർഭം ഒന്നും പറയണില്ല. മൂസ അലൈഹിസ്സലാം വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അപ്പൊ ആയതാണ് وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَشْرَبَهُمْ كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَأْثَوْا فِي الْأَرْضِ مُفْسِدِينَ. അതായത് മൂസ അലൈഹിസ്സലാം വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭം, തൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കണത്. അപ്പോൾ അള്ളാഹു പറയാണ്, ഒരു കാര്യം ചെയ്യ്, നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കാൻ പറഞ്ഞു അള്ളാഹു. ആ പാറക്കല്ലിൽ അടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? 12 അരുവികളായിട്ട് അതിൽ നിന്ന് പൊട്ടി ഒഴുകി. 12 അരുവികൾ. ഇവർ 12 വിഭാഗം ഉണ്ടല്ലേ, ഇസ്രായേൽ സന്തതികൾ, 12 മക്കളുടെ സന്താന പരമ്പര, അങ്ങനെ 12 ഗോത്രങ്ങളാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി 12 അരുവികളായിട്ട് അതിൽ നിന്ന് ഒഴുകി. എന്നിട്ട് മൂസാ നബി ഓരോരുത്തർക്കും വേണ്ട ഇന്ന ആൾക്ക് ഇന്ന ഗോത്രത്തിന് ഇന്ന അരുവിന്നൊക്കെ നിശ്ചയിച്ചവർക്ക് കൊടുത്തു. ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും, അതായത് ഓരോ വിഭാഗത്തിനും കുടിക്കാനുള്ള സ്ഥാനം കാണിച്ചു കൊടുത്തു. കുലു വഷ്റബു, നിങ്ങൾ തിന്നുകൊള്ളുവിൻ, കുടിച്ചുകൊള്ളുവിൻ, മിർ റിസ്ഖില്ലാഹി, അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്നും നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്തുകൊള്ളുവിൻ. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പം ചെയ്യരുത്, ഫിൽ അർളി മുഫ്സിദീൻ, നാശമുണ്ടാക്കുന്നവരായിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അള്ളാഹു. അങ്ങനെയാണ് പറയണത്. അപ്പൊ ഇത് ഈ ചെങ്കടലിന്റെ കിഴക്ക് ഭാഗത്ത് സൂയസ് പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെ ആയിട്ടാണ് ഇപ്പോഴും ഈ 12 ഇല്ലെങ്കിൽ കൂടിയിട്ടും ഈ അരുവികൾ കാണാന്നാണ് ഇപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിൽ കാണാന്ന്. അത് മൂസായുടെ നീരുറവകൾ,
ഉയൂനുൻ മൂസ, ഉയൂനു മൂസ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ പറയണാണ് അടുത്തത്, ഈ വെള്ളം കിട്ടി, ഭക്ഷണം കിട്ടി, തണലും കിട്ടി. അപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സെയിം ഫുഡ് തന്നെ കഴിച്ച് അവർക്ക് മട്ടി. അപ്പോൾ അവർ പറയാണ് മൂസാ നബീനോട്, വഇദ് ഖുൽതും യാ മൂസ, അള്ളാഹു പറയണ്ട നിങ്ങൾ മൂസാവിനോട് പറഞ്ഞ സന്ദർഭം ഒന്ന് ഓർക്കാൻ. ലൻ നസ്ബിറ, സ്വബർ എന്ന് വെച്ചാൽ ക്ഷമ അല്ലേ. ലൻ നസ്ബിറ, ഞങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റൂല, അലാ ത്വആമിൻ, ഈ ഭക്ഷണം കൊണ്ട്, അതായത് ഈ കിട്ടണ മന്നയും സൽവയും മാത്രം കഴിച്ച് ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് വേണ്ട അത്, വാഹിദിൻ, ഒരേ ഭക്ഷണം തന്നെ കഴിക്കാൻ ഞങ്ങൾക്ക് വയ്യ, ഫദ്ഉ ലനാ, അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്, റബ്ബക്ക, നിന്റെ റബ്ബിനോട്. എപ്പോഴും അവരിങ്ങനെയാ പറയാ, നിന്റെ രക്ഷിതാവിനോട്, അവരുടെ ആരും അല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. നീ പോയിട്ട് പ്രാർത്ഥിക്ക്, നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്ക്, യുഖ്രിജുലന, ഞങ്ങൾക്ക് പുറത്തു ഉൽപ്പാദിപ്പിച്ചു തരാൻ, എവിടെ നിന്ന്, മിമ്മ തുമ്പിത്തലർന്നു, ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു വരുന്ന സാധനങ്ങൾ തരാൻ. ഇത്ര നാൾ മുമ്പ് കിട്ടിയിരുന്ന എങ്ങനെയാണ്, മന്നയും സൽവയൊക്കെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്താണ്. അപ്പൊ അവർക്കത് വേണ്ട, ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തരണ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് തരാൻ. ഏതിൽ നിന്നൊക്കെയാണ്, മിം ബക്കലിഹ, ബക്കലി എന്ന് വെച്ചാൽ ചീര, ചീരയിൽ നിന്നും, വഖിസ്സാഇഹ, വെള്ളരി, വഫൂമിഹ, ഫൂം എന്ന് വെച്ചാൽ ഗോതമ്പ്, വഅദസിഹ, അദസ് എന്ന് വെച്ചാൽ പയർ വർഗ്ഗങ്ങൾ, ഈ വബസ്വലിഹ, ഉള്ളി. അപ്പോൾ ഉള്ളിയും പയറും ഗോതമ്പും വെള്ളരി ചീര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച് തരാൻ അള്ളാഹുവിനോട് പറയാൻ. ഞങ്ങൾക്ക് മറ്റേ ഭക്ഷണം കഴിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ക്ഷമയില്ല എന്നാണ് അവർ പറയണത്. അപ്പം അള്ളാഹു തിരിച്ച് മൂസ അലൈഹി സ്വലാം അവരോട് പറയാണ്, അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, അസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ? ബദൽ എന്ന് വെച്ചാൽ പകരം എന്നാണ്. അപ്പൊ നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ? ഏറ്റവും നല്ല മുന്തിയ ഭക്ഷണമാണ് അള്ളാഹു നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കി തന്നെ, അതിനേലും താന്നൊരു ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കണേന്ന് മൂസാ നബി അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും ഉത്തമമായതിൽ നിന്നും അതിനേലും താന്ന ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇഹ്ബിത്തു, നിങ്ങൾ ഇറങ്ങുവിൻ, മിസ്രൻ, ഒരു പട്ടണത്തിൽ, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിങ്ങൾ ഇറങ്ങിക്കോ, ഫ ഇന്നലക്കും മാ സഅൽത്തും, നിങ്ങൾ എന്താണോ ചോദിച്ചത്, ഈ ചോദിച്ച ചീരയും പയറും ഉള്ളിയൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും, നിങ്ങൾ ചോദിച്ച സാധനങ്ങളൊക്കെ ആ പട്ടണത്തിൽ കിട്ടും. അങ്ങനെ ഇവിടുന്ന് ഈ മരുഭൂമിയിൽ നിന്ന് ആ പട്ടണത്തിൽ ഇറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പൊ വദ്രിബത് അലൈഹിം, അങ്ങനെ അവരുടെ മേൽ അടിക്കപ്പെട്ടു, ദില്ലത്ത് എന്ന് വെച്ചാൽ നിന്യത, വൽമസ്കനത്തു, നിർഗതി, വബാഉ, അങ്ങനെ അവർ മടങ്ങി, ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ടാണ് അവർ ആ മരുഭൂമിയിൽ നിന്ന് പോണത്. അവര് എന്താണ്, അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നൊരു ജനതയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോപവുമായിട്ടാണ് അവർ ഇവിടെ നിന്ന് മടങ്ങണത്. പിന്നെ ദാലിക ബി അന്നഹും കാനു, എന്തുകൊണ്ടാണ് പിന്നെ ഈ കോപം കിട്ടാൻ കാരണം വേറെയുണ്ട്. യക്ഫുറൂന, അവർ അവിശ്വസിച്ചു, ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ അവിശ്വസിച്ചു, വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവും കൂടാതെ പ്രവാചകന്മാരെ ഇവർ കൊന്നുകളയുന്നുണ്ട്. പിന്നെ ദാലിക ബിമാ അസൗ, എന്താണ്, അവർ അനുസരണക്കേട് കാണിച്ചു, അസൗവ കാനു യഅ്തദൂൻ, അവർ അതിര് കവിയുകയും ചെയ്തു. 4 കാര്യങ്ങളാണ് അതിൽ പറയണത്. അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, പ്രവാചകന്മാരെ ഒരു ന്യായവുമില്ലാതെ കൊലപ്പെടുത്തി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നു, പിന്നെ അതിക്രമം പ്രവർത്തിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ കോപം വാങ്ങിയിട്ടാണ് അവര് അവിടെ നിന്ന് പോയതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ആയത്തിന്റെ എണ്ണവും കുറവാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത പേജ് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ കാണാം. നമ്മളുടെ ഈ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം, ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.